ഹലോ പീപ്പിൾ, വെൽക്കം ടു ഹോം മെയ്ഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേബി പൊട്ടാറ്റോസാണ് എടുത്തേക്കുന്നത്. നോർമൽ പൊട്ടാറ്റോസിലും നമുക്ക് ഉണ്ടാക്കാം, ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ട് അതിലും കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 1/2 കിലോ ബേബി പൊട്ടാറ്റോസ് എടുത്ത് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബേസിക് മാരിനേഷൻ ഉണ്ടാക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ റെഡ് ചില്ലി പേസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു മാരിനേഷൻ ഉണ്ടാക്കി മിനിമം 15 മിനിറ്റ്സ് അത് മാറ്റി വെക്കാം. അതിനുശേഷം ഈ പൊട്ടാറ്റോ ഫ്രൈന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോട്ടിംഗ് ഉണ്ടാക്കണം. ദാറ്റ് ഈസ് വിത്ത് കടലമാവ്, മൈദ, പിന്നെ കോൺഫ്ലവർ, അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ചില്ലി പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ മതി അതിന് കോട്ടായി വരാൻ. എണ്ണ വന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 3 to 4 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ ഫ്രൈ റെഡിയായി കിട്ടും. സോ ഇത് ഈ സൗണ്ടിൽ തന്നെ മനസ്സിലാവും. യു ക്യാൻ സീ ഹൗ ക്രിസ്പി ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ് വിൽ ബി വെരി സോഫ്റ്റ് ആൻഡ് ബട്ടറി ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വന്നിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് സ്റ്റാർട്ടർ ലൈക്ക് ദിസ്, ഓർ നല്ല അടിപൊളി കേർഡ് റൈസിൻ്റെ കൂടെ വെച്ച് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ചതച്ച് ഉടച്ച ചോറും കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാൽ കേർഡ് റൈസ് റെഡി. അപ്പോൾ ഈ കേർഡ് റൈസിൻ്റെ കൂടി നല്ല ഒരു മാങ്ങ അച്ചാറും ഈ പൊട്ടാറ്റോ ഫ്രൈ, മൈ ഗോഡ്, സച്ച് എ ഡെലിഷ്യസ് കോംബോ. യു ഗൈസ് ഹാവ് ടു ട്രൈ ദിസ്. പിന്നെ റെഡ് ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി വന്നിട്ട് ഹൈലൈറ്റ്സിൽ ഉണ്ടാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഈ റെഡ് ചില്ലി പേസ്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മുളക് പൊടി വെച്ച് ഉണ്ടാക്കരുത്. ഇറ്റ് വിൽ നോട്ട് കം ഔട്ട് ഗുഡ്. This recipe can also be done with paneer, mushrooms as well. So do try out and let me know.